ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടാ. ആ സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ എത്ര പുണ്യം ചെയ്ത ആളുകൾ അല്ലേ. അവർക്ക് ഇതേപോലെ തന്നെ തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നാണം കെട്ട് തന കുളിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. മക്കൾ കാരണം, മരുമക്കൾ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെയാണോ? മക്കൾ കാരണം തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മാതാപിതാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, അവരെ ബന്ധുമിത്രാദികൾ, അവരെ അയൽവാസികൾ, അറിയുന്ന ആളുകളൊക്കെ ഈ രണ്ട് പെൺകുട്ടികൾ കാരണം വളരെ നാണം കെട്ട് നിൽക്കണത്. എന്തായാലും അവരെ മുഖം ആരും മറക്കാൻ സാധ്യതയില്ല. അവരെ മുഖം ഒരിക്കലും ആരും മറക്കൂല. അത്രത്തോളം ഫേമസ് ആയിട്ട് അവരെന്നെ അത് തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഫേമസ് ആവണം, അറിയപ്പെടണം, പബ്ലിസിറ്റി കിട്ടണം, അല്ല കുറച്ച് ലൈക്കും ഷെയറും ഒക്കെ കിട്ടണം. കുറച്ച് ലൈക്കും ഷെയറും എന്നല്ല, അത്യാവശ്യം ലൈക്കും ഷെയറും അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും മക്കളെ, നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഈ ആളുകൾ തിരിച്ചറിയില്ല എന്നാണ്. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മക്കളെ അഭിമാനിക്കാം. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ അതിനൊക്കെ പുണ്യം ചെയ്യണ ശരിക്കും പറഞ്ഞാൽ. അവരൊറ്റ വീഡിയോ കൊണ്ട് ആളുകൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? അല്ല. അതിന് വേണ്ടിയിട്ടാണ് പല ആളുകളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൈക്കിനും ഷെയറും കാര്യങ്ങൾക്കും. പക്ഷെ ആരും ഇടയിൽ അറിയപ്പെടില്ല. പക്ഷെ ഇതേപോലത്തെ ഒരൊറ്റ വീഡിയോ മതി നിങ്ങളൊക്കെ അറിയപ്പെട്ടു. നിങ്ങൾ ഗംഭീരാണ് മക്കളെ. നാണവും മാനവും ഉളുപ്പും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് അവസ്ഥ. നിങ്ങളെ മാതാപിതാക്കളെ അവസ്ഥ ആലോചിക്കണം. അപ്പൊ പാവം മാതാപിതാക്കള്, അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ്. നാണം കെട്ട് മറ്റുള്ളവർ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് നിങ്ങളെ കാരണം, ഈ രണ്ട് നിങ്ങളെ പെൺകുട്ടികൾ കാരണം. എന്തായാലും ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ, പാവം, അതിന്റെ ഒരു ജോലിയാണ് നിങ്ങൾ അപമാനിച്ചത്. ആ ഒരു സ്ത്രീയുടെ ജോലിയാണ് നിങ്ങൾ അപമാനിച്ചത്. അതൊട്ടും ശരിയായില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് ലൈക്കിനും ഷെയറും കാര്യങ്ങളൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു പ്രവണത ഇനി വരുന്ന ആളുകളെങ്കിലും അവസാനിപ്പിക്കുക. നിങ്ങളെ കുറിച്ച് ആലോചിക്കണ്ട, പക്ഷേ നിങ്ങളെ കുടുംബം, നിങ്ങളെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ അത് ആലോചിക്കാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അറിയാത്തവർ, ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഇത് ആ ഒരു വീഡിയോയും കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നിട്ടിപ്പോ ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ആർട്ടിസ്റ്റ് അല്ലേ?